സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിവരവിനിമയത്തിന്റെ പ്രധാന മാധ്യമമായി മാറിയ കാലത്ത് അതിലൂടെ പ്രചരിക്കുന്ന ഉള്ളടക്കങ്ങളുടെ ഗുണനിലവാരവും സാമൂഹിക സ്വാധീനവും വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് നിഹാലിനും സംഘത്തിനുമെതിരെ ഉയർന്നിരിക്കുന്ന പുതിയ പരാതികളും തുടർന്നുള്ള നിയമ നടപടികളും ഈ വിഷയത്തിലെ ഗൗരവകരമായ ചില വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. പ്രമുഖ യൂട്യൂബറും വ്ളോഗറുമായ തൊപ്പിയും സംഘവും തങ്ങളുടെ വീഡിയോകളിലൂടെയും ലൈവ് സ്ട്രീമുകളിലൂടെയും അശ്ലീല പദപ്രയോഗങ്ങളും സ്ത്രീവിരുദ്ധതയും പ്രചരിപ്പിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയിൽ DGP റവാഡ ചന്ദ്രശേഖരൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് സൈബർ ഓപ്പറേഷൻ SP അങ്കിത് അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മുഹമ്മദ് നിഹാലിന് പുറമെ ഇദ്ദേഹത്തിന്റെ സംഘത്തിലെ അംഗങ്ങളായ ഷംസീർ, മമ്മു, ജാസി തുടങ്ങിയവർക്കെതിരെയും പരാതിയുണ്ട്. പോക്സോ നിയമലംഘനങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ലഹരി ഉപയോഗം, മാനസികവും ശാരീരികവുമായ പീഡനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ വളർന്നു വരുന്ന തലമുറയിൽ, പ്രത്യേകിച്ച് ടീനേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം അതീവ ഗൗരവകരമായ ഒരു സാമൂഹിക പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളാണ് തൊപ്പിയുടെയും സംഘത്തിന്റെയും വീഡിയോകളുടെ പ്രധാന പ്രേക്ഷകർ എന്ന വസ്തുത കുട്ടികളുടെ പെരുമാറ്റ രീതികളിലും സാംസ്കാരിക ബോധത്തിലും ഈ ഉള്ളടക്കങ്ങൾ വരുത്തുന്ന വിപരീത ഫലങ്ങളെക്കുറിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. പരാതിയിൽ വ്യക്തമാക്കുന്നത് പോലെ അശ്ലീലമായ ആശയങ്ങളും ദൃശ്യങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ കുട്ടികളുടെ സ്മാർട്ട് ഫോണുകളിലേക്ക് എത്തുന്നതും അതുവഴി അവരുടെ ചിന്താഗതികൾ വഴിതെറ്റുന്നതും സമൂഹത്തിന്റെ ധാർമ്മിക അടിത്തറയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗികമായ അധിക്ഷേപങ്ങളും വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യമായി നടക്കുമ്പോൾ അത് പുതിയ തലമുറയിൽ സ്ത്രീവിരുദ്ധമായ മനോഭാവം വളർത്താൻ കാരണമാകുന്നു. ഇതോടൊപ്പം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനും കുട്ടികൾക്കിടയിൽ അസഹിഷ്ണുത വളർത്തുന്നതിനും വഴി തുറക്കുന്നു. വിനോദം എന്ന ലേബലിൽ എത്തുന്ന ഇത്തരം ഓൺലൈൻ ഉള്ളടക്കങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വളർന്നു വരുന്ന തലമുറയുടെ സാമൂഹിക കാഴ്ചപ്പാടുകളെയും മൂല്യങ്ങളെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് തീർച്ചയായും ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയമാണ്. തൊപ്പി എന്നറിയപ്പെടുന്ന ഈ യൂട്യൂബർ മുൻപും സമാനമായ ആരോപണങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട്. 2023 മലപ്പുറം വളാഞ്ചേരിയിൽ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഉദ്ഘാടന പരിപാടിക്കിടെ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് വലിയൊരു ആരാധകൂട്ടം ഇദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. സോഷ്യൽ മീഡിയയിലെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം എന്ന മറപിടിച്ച് അരാജകത്വവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അനുവദിക്കാനാവില്ലെന്ന നിയമവിദഗ്ധരും സാമൂഹിക നിരീക്ഷകരും ശക്തമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. സൈബർ നിയമങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ IT നിയമങ്ങളും മറ്റ് അനുബന്ധ നിയമങ്ങളും സോഷ്യൽ മീഡിയയിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കൂടുതൽ കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വെറും വിവരവിനിമയ മാധ്യമങ്ങളായി മാത്രം ചുരുങ്ങാതെ ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ ഇടങ്ങളായി മാറേണ്ടതുണ്ട്. യൂട്യൂബ് പോലുള്ള പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും അശ്ലീലത നിറഞ്ഞതുമായ ഉള്ളടക്കങ്ങൾ കൃത്യമായി പരിശോധിക്കാനും തങ്ങളുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നിയമപരമായ നിയന്ത്രണങ്ങൾക്കൊപ്പം തന്നെ ഡിജിറ്റൽ യുഗത്തിൽ രക്ഷിതാക്കളുടെ പങ്കും അതീവ നിർണായകമാണ്. തങ്ങളുടെ കുട്ടികൾ ഓൺലൈൻ ലോകത്ത് എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ആരെയൊക്കെ പിന്തുടരുന്നു എന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ കൃത്യമായി നിരീക്ഷണം പുലർത്തുകയും കുട്ടികളിൽ ഡിജിറ്റൽ സാക്ഷരതയും ശരിയായ മൂല്യബോധവും വളർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. നിയമപാലകരും സാങ്കേതിക വിദ്യ നൽകുന്നവരും രക്ഷിതാക്കളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം സൈബർ ഭീഷണികളിൽ നിന്ന് പുതുതലമുറയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ പേരിൽ മാത്രമല്ല, ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് സമൂഹം ഗൗരവകരമായി കാണേണ്ടത്. വിനോദം എന്ന പേരിൽ ആരംഭിക്കുന്ന ഇത്തരം ഓൺലൈൻ ഉള്ളടക്കങ്ങൾ ക്രമേണ സമൂഹത്തിന്റെ ധാർമ്മിക അടിത്തറയെ തകർക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ നിയമപരമായ ഇടപെടലുകൾ അനിവാര്യമായി തീരുന്നു. അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരികയും കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.